എവരിബഡി, ഞാൻ റീസ സഗ്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബ്രിഞ്ചാൾ മസാല. എൻ്റെ സിസ്റ്റേഴ്സും സിസ്റ്റർ-ഇൻ-ലോസും ഒക്കെ ബ്രിഞ്ചാളും കൊണ്ട് ഒന്നെങ്കിൽ തോരൻ വെക്കും, അല്ലെങ്കിൽ സാമ്പാറിലിടും, അല്ലെങ്കിൽ തീയലുണ്ടാക്കും. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മഹാരാഷ്ട്രീയൻ പ്രിപ്പറേഷനാണ്. ഇത് ഞാൻ പഠിച്ചത് എൻ്റെ മോളുടെ കയ്യിൽ നിന്നാണ്. എൻ്റെ മോള് പഠിച്ചത് അവളുടെ മറാഠി സെർവൻ്റിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ബ്രിഞ്ചാൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ബ്രിഞ്ചാൾ. അതിൻ്റെ ഈ അറ്റം ഒന്ന് കണ്ടിച്ച് അതിലെ മുള്ളെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത്, അതായത് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള മസാല: 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, അത് വറുത്ത് പിടിച്ചത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ എണ്ണ, 1 വലിയ സവോള, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 2 മീഡിയം സൈസ് തക്കാളി അരച്ചത്, 100 ml കേട്, ഒരു സ്വല്പം ഹീങ്, അതായത് കായം. ഈ വഴുതനങ്ങ ഇങ്ങനെ എടുത്തിട്ട് നമ്മളത് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു. ഇത് നല്ല സോഫ്റ്റ് വഴുതനങ്ങയാണ്, അപ്പോൾ അത് മൂത്ത് പോയിട്ടൊന്നുമില്ല. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് വെച്ച ഉപ്പ് ഞാനിങ്ങനെ എടുത്തു. അതുകൂട്ട് ഒരു സ്വല്പം നമ്മൾ ഇത് നിങ്ങൾക്ക് കാണാം, ഒട്ടും മൂത്ത് പോയിട്ടില്ല. മൂത്ത് പോയാൽ പിന്നെ അത് കറിക്ക് കൊള്ളത്തില്ല. സ്വല്പം ഉപ്പ് നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് ഈ വഴുതനങ്ങയുടെ അകത്ത് നമ്മളൊന്ന് റബ്ബ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് ഈ വഴുതനങ്ങ മുഴുവൻ സോൾട്ട് ഇടാം. ഇപ്പം നമ്മൾ വഴുതനങ്ങയിൽ മുഴുവൻ ഉപ്പിട്ടു. അപ്പം നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇടുന്നു. ഞാനിത് മൂടി വെക്കുന്നു, കാരണം ഉപ്പിട്ടതുകൊണ്ട് ചെറുതായിട്ടിത് പൊട്ടിത്തെറിക്കും. 2 മിനിറ്റായി. അപ്പം നമുക്കിതൊന്ന് മറിച്ചിടാം. ഒരു 2 മിനിറ്റ് കൂടെ ഇതൊന്ന് വേകട്ടെ. 2 മിനിറ്റായി. അപ്പം നമുക്കിത് എടുക്കാം. നല്ല വയലറ്റ് കളറുള്ള വഴുതനങ്ങ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അതാണ് ഇച്ചിരൂടെ കാണാൻ രസം ഉണ്ടാക്കുമ്പോൾ. പക്ഷേ മാർക്കറ്റിൽ ഈ പ്രാവശ്യം എനിക്ക് പോയിട്ട് കിട്ടിയില്ല. ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, പക്ഷെങ്കിൽ ലുക്കിനൊരു വ്യത്യാസം വരും. ഇതിലേക്ക് നമ്മൾ ജീരകം ഇടുന്നു. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇടുന്നു. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നു. മഞ്ഞൾ പൊടി ഇടുന്നു. ഒരു സ്വല്പം, ഒരു പിഞ്ച് കായ ഇടുന്നു. ഇതിലേക്ക് നമ്മൾ ഈ തക്കാളി പേസ്റ്റ് ഇടുന്നു. ഓൾറെഡി നമ്മുടെ സവാള ട്രാൻസ്പെറൻ്റായി. ഇനി ഇത് നമ്മൾ മൂടി വെക്കുന്നു. ഇടയ്ക്ക് ഇളക്കിയാൽ മതി. ഒരു 4 to 5 മിനിറ്റ്സ് എടുക്കും ഇതിൻ്റെ ഓയിൽ സെപ്പറേറ്റ് ആകാനായിട്ട്. അപ്പോഴത്തേനും നമുക്ക് തൈര് ശരിയാക്കാം. ഈ തൈരിലേക്ക് നമ്മൾ നമ്മുടെ ജീരകപ്പൊടി, മുളക് പൊടി, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 ടീസ്പൂൺ സ്പൈസി ചില്ലി പൗഡർ ഇടാം. ഇത് ഒരു പിഞ്ച് ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി. ഉപ്പ് നമ്മൾ ഇടുന്നില്ല, ഉപ്പ് നമ്മൾ ലാസ്റ്റാണ് ഇടുന്നത്. നമുക്കിവിടെ വെക്കാം. ഇനി ഇത് ശരിക്കും നമ്മൾ മിക്സ് ചെയ്യുന്നു. ഇത് ഞാൻ ഇന്ന് രാവിലെ ഉറച്ച തൈരാണ്, അതുകൊണ്ട് ഒട്ടും പുളി കൂടിയിട്ടില്ല. പുളിയുള്ള തൈര് ഇതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അഥവാ നിങ്ങൾ പുളിയുള്ള തൈര് ഉപയോഗിച്ചാൽ ഒരു സ്വല്പം ക്രീം ഇടേണ്ടി വരും ഈ ഗ്രേവിയുടെ കൂടെ. ഇതായിട്ടുണ്ട്, നമുക്ക് സൈഡിലേക്ക് വെക്കാം. എണ്ണ തെളിഞ്ഞു. നമുക്കിനി ഈ തൈര് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. തൈര് മസാലയെല്ലാം മിക്സ് ചെയ്ത് വെച്ചത്. ഈ പാത്രം കഴുകി ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നു.
ഇനി ഇതൊരു 3 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ ഉപ്പിടാം. ഉപ്പിട്ടിട്ട് ഇളക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ വഴുതനങ്ങ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്കിടാം. ഇനി ഇത് നമുക്ക് ഒരു 8 മിനിറ്റ് സിമ്മിൽ വെക്കാം. 8 മിനിറ്റായി നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ബ്രിഞ്ചാൾ മസാല ഇസ് പെർഫെക്റ്റ്. കണ്ടാൽ തന്നെ ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചാൾ മസാല ഇസ് റെഡി. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നാനിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ടുള്ള ഒരു ഐഡിയൽ ഡിഷാണ്. അതുപോലെ തന്നെ ബ്രിഞ്ചാൾ ഒത്തിരി ആരോഗ്യ ഗുണകരമുള്ള ഒരു പച്ചക്കറിയാണ്. ഇതിൻ്റെ അകത്ത് ലോട്ട്സ് ഓഫ് വിറ്റമിൻസും മിനറൽസും ഫോളേറ്റും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമില്ലെങ്കിലും വൺസ് ഇൻ എ വീക്ക് എങ്കിലും ഈ പച്ചക്കറി അവർക്ക് കൊടുക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.